നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. കാവിയിൽ നടപടി തുടങ്ങി. മെഡിക്കൽ കോളേജിലെ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിലും വ്യാജ രസീത് വിവാദത്തിലും നേതാക്കൾക്കെതിരെ നടപടിയുമായി ബിജെപി. പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തായതിന്റെ പേരിൽ സംഘടനാ ചുമതലകളിൽ നിന്ന് വി രാജേഷ് പുറത്ത്. വ്യാജ രസീത് വാർത്ത പുറത്തുവിട്ട യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയും നടപടി. രാജേഷിനും പ്രഫുൽ കൃഷ്ണയ്ക്കും എതിരായ അച്ചടക്ക നടപടി പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന് സൂചന. ഇരു നേതാക്കളെയും വിളിച്ചുവരുത്തി നടപടി വിവരം അറിയിച്ചത് കുമ്മനം രാജശേഖരൻ. പുതിയ സംഭവവികാസങ്ങൾ ബിജെപി സംസ്ഥാന ഘടകത്തിൽ കടുത്ത വിഭാഗീയതകൾക്ക് വഴിവെക്കുമെന്ന് വിലയിരുത്തൽ. 5 ലക്ഷം തുടരാം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിന് 5 ലക്ഷം ഫീസ് എന്ന സർക്കാർ തീരുമാനം അംഗീകരിച്ച് ഹൈക്കോടതി. അഡ്മിഷനും കൌൺസിലിംഗും ഉടൻ തുടങ്ങാം. പഴയ ഫീസ് തുടരുമെന്ന കരാർ ഇനി ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശം. എല്ലാ കോളേജുകളിലെയും ഫീസ് ഘടന വരും ദിവസങ്ങളിൽ തന്നെ അറിയിക്കണമെന്നും ഹൈക്കോടതി. ഉത്തരവ് സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രബാബു കമ്മിറ്റി നിശ്ചയിച്ച ഫീസ് അപര്യാപ്തമെന്ന് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച്. ഇതോടെ MBBSന് 85% സീറ്റുകളിൽ 5 ലക്ഷമായും NRI കോട്ടയിൽ 20 ലക്ഷം രൂപയുമായിരിക്കും ഫീസ് ഘടന. ജനപ്രിയന് ആശ്വാസം. നിർമ്മാണാനുമതിയിലെ ക്രമക്കേടിനെ തുടർന്ന് നഗരസഭ അടച്ചുപൂട്ടിയ ദിലീപിന്റെ ഡി സിനിമാസ് തുറക്കാമെന്ന് ഹൈക്കോടതി. ജനറേറ്ററിന്റെ പേരിൽ തിയേറ്റർ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട നടപടി ശരിയായില്ല. കോടതി ഉത്തരവ് ചാലക്കുടി നഗരസഭാ നടപടിക്കെതിരെ ദിലീപിന്റെ സഹോദരൻ സമർപ്പിച്ച ഹർജിയിൽ. തിയേറ്റർ പ്രവർത്തിച്ചത് ലൈസൻസോടുകൂടിയെന്ന് ഹർജിയിൽ ആരോപണം. തിയേറ്റർ സമുച്ചയം നഗരസഭ അടച്ചുപൂട്ടിയത് നിർമ്മാണാനുമതിയിൽ ക്രമക്കേടുണ്ടെന്ന പ്രത്യേക കൌൺസിൽ യോഗത്തിന്റെ കണ്ടെത്തലിനെ തുടർന്ന്. കെട്ടിട നിർമ്മാണം മുതലുള്ള കാര്യങ്ങൾ ചട്ടവിരുദ്ധമെന്നും ആരോപണം. അതേസമയം തിയേറ്റർ ഭൂമി കയ്യേറിയതല്ലെന്നും ദിലീപിന്റെ കയ്യിലെത്തിയത് പലതവണ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷമെന്നും സർവേ വിഭാഗം കണ്ടെത്തിയിരുന്നു. അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡ് കാലാവധി പുതുക്കിയതിനു പിന്നാലെ വീണ്ടും പുതിയ ജാമ്യാപേക്ഷയുമായി ദിലീപ്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും നാളെ തന്നെ അപേക്ഷ സമർപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. സഭയിൽ ഇന്നും സ്തംഭനം. അതിരപ്പിള്ളി പദ്ധതിയുമായി മുന്നോട്ട് തന്നെയെന്ന് വ്യക്തമാക്കി സർക്കാർ. ഇതിനായുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയതായി വൈദ്യുതി മന്ത്രി M മണി. വനേതര പ്രവർത്തനങ്ങൾക്ക് വനഭൂമി ഉപയോഗിക്കുവാനുള്ള നടപടി പൂർത്തീകരിച്ചെന്നും നിയമസഭയിൽ മന്ത്രി. അതേസമയം അതിരപ്പിള്ളി ഉപേക്ഷിച്ച പദ്ധതിയാണെന്ന് ചാലക്കുടി പുഴ സംരക്ഷണ സമിതി. അതിനിടെ വിലക്കയറ്റത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. സംസ്ഥാനത്ത് വിലക്കയറ്റം ഇല്ലെന്ന് മന്ത്രി P തിലോത്തമനും വില കുറഞ്ഞത് ഐസക്കിന്റെ കോഴിക്ക് മാത്രമെന്ന് പ്രതിപക്ഷവും. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിഷേധിച്ചതോടെ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സംസ്ഥാനത്ത് വില കുറഞ്ഞത് വിവാദങ്ങൾക്ക് മാത്രമെന്ന് ചെന്നിത്തല. കുരുക്ക് മുറുകുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ വിജിലൻസ് അന്വേഷണത്തിന് പിന്നാലെ ജേക്കബ് തോമസിന്റെ ഭാര്യയുടെ പേരിലുള്ള വനഭൂമി തിരിച്ചുപിടിച്ച് സർക്കാർ. കുടകിലെ 151 ഏക്കർ ഭൂമി ഒഴിപ്പിച്ച് കർണാടക വനം വകുപ്പ്. 18.12 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി ഇവർ കഴിഞ്ഞ 27 വർഷമായി കൈവശം വച്ചിരിക്കുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് വാർഷികാദായമായി 35 ലക്ഷം രൂപ ലഭിച്ചിരുന്നതായും കണ്ടെത്തൽ. നടപടിക്കൊരുങ്ങി BJP. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് ഗുജറാത്ത് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഫലം അർദ്ധരാത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നാടകങ്ങൾ ഉടനൊന്നും അവസാനിക്കില്ലെന്ന് സൂചന. അഹമ്മദ് പട്ടേലിനെതിരെ BJP കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. നീക്കം കൂറുമാറി BJPക്ക് വോട്ട് ചെയ്ത 2 കോൺഗ്രസ് MLAമാരുടെ വോട്ടുകൾ റദ്ദാക്കിയ കമ്മീഷൻ നടപടി ചോദ്യം ചെയ്ത്. പാർട്ടി നിയമയുദ്ധത്തിന് ഒരുങ്ങുന്നുവെന്ന് വ്യക്തമാക്കി ഗുജറാത്തിലെ BJP വക്താവ് ഭരത് പാണ്ഡ്യ. വോട്ട് സാധുവാക്കിയ കമ്മീഷൻ നടപടി അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കാനാണ് BJP തീരുമാനമെന്നും വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.